ഓക്കെ. ഞാൻ സ്പോട്ട് ലൈറ്റിൽ നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന വിഷയമാണ്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ റിച്ച് എന്ന് പറയുന്നത്. അതായത് സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രത്യേകതയുണ്ട്, അവർക്കുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില സംഗതികളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്. അവർ പണത്തെ കാണുന്നത് എങ്ങനെയാണ്, അവർ സമ്പത്തിനെ കാണുന്നത് എങ്ങനെയാണ്, ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. പണം നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് വെൽത്ത്. സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കണം, പണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒന്ന് എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. പണത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. പണത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അത് നമ്മളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അത് ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പണം നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ രീതിയിലുള്ളൊരു ചിന്ത നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് മണി വിൽ കം ടു യു. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? മണി വിൽ കം ടു യു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ കം ടു യു. നിങ്ങൾക്കത് വരും. മനസ്സിലാവുന്നുണ്ടോ? പണം നിങ്ങളിലേക്ക് വരും. എങ്ങനെ? പണത്തിൻ്റെ ചിന്ത നിങ്ങളിലുണ്ടാവണം, പണത്തിൻ്റെ അവയർനെസ് നിങ്ങളിലുണ്ടാവണം, സമ്പത്തിൻ്റെ അവയർനെസ് നിങ്ങളിലുണ്ടാവണം. ആ അവയർനെസ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വരണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ശ്രമം ഇട്ടുകൊണ്ടേയിരിക്കുക. ചിന്ത കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും, ബോധപൂർവമായൊരു ശ്രമം ഉണ്ടാവണം. നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞല്ലോ, ചിന്തകളാണ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു തിങ്ക് അബൌട്ട് യു ബിക്കം, യു അച്ചീവ്, യു ക്രിയേറ്റ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അച്ചീവ് ചെയ്യും. അപ്പോൾ ഇനി ഈ പണത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിൻ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഇതിൻ്റെ ലിങ്ക് ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് കൂടെ ഇത് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ ഫ്രീഡം അത് ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് പോസ്റ്റ് അഗെയിൻ വൺ മോർ ടൈം വീഡിയോ, അതേപോലെ തന്നെ ആ ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, കുറേ ആൾക്കാർ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് എവറിബഡി ടു ജോയിൻ ആൻഡ് ഗെറ്റ് ദിസ് ക്ലാസ് ബിക്കോസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിലേക്കുള്ള ഒരു പോയിന്റ്സിലേക്ക് ആദ്യത്തെ പോയിന്റ് വരുന്നത് വൺ സോഴ്സ് ഓഫ് ഇൻകം വേഴ്സസ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. അതായത് സാധാരണക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സോഴ്സിൽ നിന്നുള്ള ഇൻകമാണ് ഉണ്ടാവുക. സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ടാവും. അതായത് ഒന്നിലധികം വരുമാന മാർഗം ഉണ്ടാവും. നമ്മുടെ പ്രോബ്ലം, നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനം മതി എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനം മതി അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുന്നു വിചാരിക്കുക. ഒരു ഡോക്ടർ ആയാൽ ഞാൻ സാമ്പത്തികമായ സുരക്ഷിതത്വം നേടും, അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ നേടും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി, അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നേക്കുമായിട്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിലവുകൾ പലപ്പോഴും നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്, ഓക്കെ, ആ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതാണ് നമ്മുടെ ഒരു വലിയൊരു ടാങ്ക്. ആ ടാങ്കിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്നു. പക്ഷേ ഒരുപാട് ടാപ്പുകൾ ആ ടാങ്കിന് ചുറ്റുമുണ്ട്, അതിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നു. ചെലവുകൾ ഒരുപാടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? പല വഴിക്ക് ചെലവ് പോകുന്നുണ്ട്. എന്നാൽ ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനമേ ഉള്ളൂ. സ്വർണ്ണോ ഇത് തമ്മിൽ മിസ്മാച്ച് ആണ്. നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് ടാപ്പുകൾ ആ ടാങ്കിലേക്ക് വേണം വെള്ളം വീഴാൻ. അത് പണം വന്ന് വീഴാൻ ഒരുപാട് സ്രോതസ്സുകൾ വേണം. മിനിമം 7 സ്രോതസ്സുകൾ വേണമെന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ ഓർത്ത് വെക്കുക. അതൊന്ന് ഓർത്ത് വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷേ എന്നാലും ഓർത്ത് വെക്കുക. സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങളുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതൊരു വരുമാന മാർഗ്ഗം. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്കിൻ്റെ ചാനലിൽ തുടങ്ങാം, അതിൽ എക്സ്ട്രാ വരുമാനം വരും. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും, അതൊരു വരുമാനമാണ്. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാവുന്ന മേഖലയിലുള്ള ഒരു കോഴ്സ് നടത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
വേറെ ഏതെങ്കിലും ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വരുമാനം എടുത്തിട്ട് നീ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നിന്ന് ചെറിയ പാർട്ണർഷിപ്പ് വരുമാനം ഉണ്ടാക്കാം. ഏൺ മണി ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്. സേവ് മണി, അതിന് വേണ്ടിയിട്ട് പണം സേവ് ചെയ്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതിന് വേണ്ടിയിട്ട് പണം സേവ് ചെയ്തേ പറ്റൂ. പണം നമ്മളായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വി ഹാവ് ടു ട്രൈ അവർ ബെസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? പണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം. മൾട്ടിപ്പിൾ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നിലധികം വരുമാന മാർഗമുണ്ട്, സാധാരണക്കാർക്ക് ഒരു മാർഗമുണ്ട്. അടുത്തത് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. സാധാരണക്കാരന് ആക്റ്റീവ് ഇൻകം മാത്രമാണുള്ളത്, അതായത് ആക്റ്റീവായി ജോലി ചെയ്തിട്ട് കിട്ടുന്ന പണം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണിയെടുക്കാതെ ലഭിക്കുന്ന, നമ്മൾ പണിയെടുക്കേണ്ട, മറ്റുള്ളവർ ബിസിനസ് ചെയ്യട്ടെ, അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് പാസീവായിട്ട് ഇൻകം ഉണ്ടാകും. നമ്മൾ പണിയെടുക്കാതെ ഇൻകം വരണം. അല്ലെങ്കിൽ ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് നമ്മൾ പണിയെടുക്കുന്നില്ല, ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം? വരുമാനം വന്നുകൊണ്ടിരിക്കുക, റെൻ്റായിട്ട്. പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പണിയെടുക്കുന്നില്ല, ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ആൾക്കാരോ വേറെ ആൾക്കാരോ പണിയെടുക്കുന്നു, അവർ നമുക്ക് എന്ത് ചെയ്യുന്നു? വരുമാനം കൊണ്ടുതരുന്നു. സോ ഇതൊരു വ്യത്യാസമാണ്. ക്ലിയർ ആണോ? അടുത്തതെന്ന് പറയുന്നത് അക്കാഡമിക് എഡ്യൂക്കേഷൻ വേഴ്സസ് സെൽഫ് എഡ്യൂക്കേഷൻ. സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂളിൽ പോയി കോളേജിൽ പോയി ഇവിടെ നിന്നൊക്കെ പഠിക്കുന്ന ഒരു അറിവ് മാത്രമാണ് അവർക്കുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനം നിർത്തും. എന്നാൽ സമ്പന്നരാവാൻ സാധ്യതയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ സെൽഫ് എഡ്യൂക്കേഷൻ, സ്വയം പഠിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് അയാളിൽ നിക്ഷേപിക്കുക എന്നുള്ളത്, അയാളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതായത് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല. കണ്ടിന്യൂസ് ആയിട്ട് പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളോ സംഗതികളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സും നമുക്കുണ്ടാവണം. ക്ലിയർ ആണോ? സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണം മുടക്കി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 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 ഡെപ്തിലുള്ള ആഴത്തിലുള്ള നോളജ്, ഒരു വിഷയത്തിൽ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം 2 മണിക്കൂറിൻ്റെ സെഷനോ വെബിനാറോ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ സെഷനോ ഒക്കെ ഉണ്ടാവുള്ളൂ. എസോർണോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്കൊരു പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കുക. അതാണ് റൈറ്റ് നോളജ് എന്ന് പറയുന്നത്. റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ വെറുതെ കുറേ പഠിക്കുന്നതിന് പകരം ശരിക്കും സീരിയസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഴത്തിൽ ചെന്നുകൊണ്ട് നല്ല മുകളിലൂടെയുള്ള അല്ലാത്ത ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദ്യം എന്ത് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇൻകം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവ് സമ്പാദിക്കണം. സാധാരണക്കാരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അറിവിൻ്റെ വ്യത്യാസമാണ്. അവന് 5 കോടി ഉണ്ടാക്കാൻ അറിയാം, നമുക്കത് അറിയില്ല. ക്ലിയർ ആണോ? അവൻ 5 കോടി ഉണ്ടാക്കാനുള്ള ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള അറിവുണ്ട് എന്നുള്ളത്. ഈ അറിവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമൻറ്റ് ഡൗൺ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമൻറ്റ് ഡൗൺ യെസ്. ജസ്റ്റ് കമൻറ്റ് ഡൗൺ യെസ്. ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമൻറ്റ് ഡൗൺ യെസ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഏതുവരെ യാത്ര ചെയ്യാനും ഏത് സ്ഥലത്ത് പോകാനും ഏത് ബുക്ക് വായിക്കാനും അല്ലെങ്കിൽ ഏത് കോഴ്സ് ചെയ്യാനും അതിനുവേണ്ടി പണം മുടക്കാനും ഒക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി എന്താണ് അക്കാഡമിക് എഡ്യൂക്കേഷൻ വെച്ച് മൂവേഴ്സ് ആൻഡ് നോൺ മൂവേഴ്സ്. സമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഇവരും തമ്മിലുള്ള വ്യത്യാസം, സാധാരണക്കാർ നോൺ മൂവേഴ്സ് ആണ്. അവർ ചലിക്കാൻ തയ്യാറല്ല. അവർ എൻ്റെ സ്ഥലത്ത് എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഇവിടെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. മൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരാണ്. സമ്പന്നരാകുന്ന അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് അടുക്കുന്ന ആൾക്കാർ അവരെന്ന് വെച്ചാൽ മൂവേഴ്സ്. അവരെവിടെ വേണമെങ്കിലും പോയിട്ട് പഠിക്കാൻ തയ്യാറാണ്, എവിടെ വേണമെങ്കിലും പോയിട്ട് ബിസിനസ് ചെയ്യാൻ തയ്യാറാണ്, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണ്. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും തയ്യാറാവണം എന്നുള്ളത്. നമ്മൾ തയ്യാറാവാതിരിക്കരുത്. വി ഹാവ് ടു ഗോ ആൻഡ് വി ഹാവ് ടു ക്രിയേറ്റ് അവർ ഓപ്പർച്യൂണിറ്റി. അവസരം ഒരു ബോർഡ് വെച്ചിട്ട് ഇങ്ങോട്ട് വരില്ല.
അവസരം ഒരു ലോറി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല, ഒരു ബസ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ അങ്ങോട്ട് മൂവേഴ്സ് ആവണം. നോൺ മൂവേഴ്സ് 2 തരത്തിലുള്ള ആൾക്കാരുള്ളത്, ചലിക്കുന്നവരും ചലിക്കാത്തവരും ഈ ലോകത്ത്. ചലിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ചലിക്കാത്ത ആൾക്കാരുണ്ട്, കൂടുതൽ എഫേർട്ട് ഇടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് അത് കിട്ടുന്നത് കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചലിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ, ഇഫ് ഇറ്റ് ഇസ് ഒരു മൈൻഡിൽ ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഗിവ് മീ വാവ്, കമൻറ്റ് വാവ്, ജസ്റ്റ് കമൻറ്റ് വാവ്. ഇഫ് ഇറ്റ് ഈസ് വാവ്, ജസ്റ്റ് കമൻറ്റ് വാവ്. ബിക്കോസ് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതികളാണ് ഇത്തരത്തിലുള്ള കാര്യം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പാവപ്പെട്ടവർ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കില്ല, അവർ ചിന്ത കൊടുക്കില്ല, അവർ യാത്ര ചെയ്യാൻ തയ്യാറാവില്ല, അവർ സ്വന്തമായിട്ട് കോഴ്സുകൾ പഠിക്കാൻ തയ്യാറാവില്ല. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ അവർ കാണുന്നത് എന്താണ്, നിന്റെ സമയം കളയാൻ എന്നുള്ള രീതിയിലാണ്. മനസ്സിലാകുന്നത്? സോ ഇഫ് യു അഗ്രി വിത്ത് മീ, ജസ്റ്റ് കമന്റ് ഡൗൺ. വാവ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസ് മൈൻഡ് സെറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ്. ഏതൊരു കാര്യം ഇവർ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ഇവരെന്താ വെച്ചാൽ അതിൻ്റെ ചിലവുകളിലേക്കാണ് നോക്കുക, എക്സ്പെൻസിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കില്ല. എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് ചെയ്യണമെന്ന് ഒരാൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ കടത്തിലേക്കും ബാധ്യതയിലേക്കും പോകാൻ സാധിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം. ഒരു കോഴ്സിന് പോയിട്ട് പങ്കെടുക്കുമ്പോൾ ആ കോഴ്സിന് ഫീ കൊടുക്കുന്നത് ചിന്തിക്കുമ്പോൾ, ഇത് ഭയങ്കര ചിലവാണല്ലോ, ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാം, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, റൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ശരിയായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇതാണ് ഏറ്റവും നല്ല നിക്ഷേപം എന്നുള്ള രീതിയിൽ കാണാം. ഞാൻ നിക്ഷേപിക്കുകയാണ്, ഞാൻ എന്നിൽ നിക്ഷേപിക്കുകയാണ്, എൻ്റെ അറിവിൽ നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് ആ അറിവ് എനിക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് ഞാൻ ആകെ മാറി മറിയും, എൻ്റെ ലൈഫ് ആകെ മാറി മറിയും. എനിക്ക് തിരിച്ച് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയോ 2000 രൂപയോ എത്ര വെച്ചാൽ നമ്മൾ മുടക്കുന്നുണ്ട് എങ്കിൽ, ആ മുടക്കുന്ന എമൗണ്ട് അതിന് 100 ഇരട്ടി എനിക്ക് തിരിച്ച് കിട്ടും എന്നുള്ള തിങ്കിങ് നമുക്കുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ചേഞ്ച് ആവുള്ളൂ. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ആർക്ക്? സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക്. ദേ ആർ റെഡി ടു ഇൻവെസ്റ്റ്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അവന് സ്പെൻഡിങ് ആണുള്ളത്. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ ക്യാഷ് പോകും. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്ക് എന്ന് വെച്ചാൽ ഇന്നുണ്ട്, സേവിങ്സ് എടുത്ത് വെക്കും. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. സമ്പന്നരായിട്ടുള്ള 3 സ്പെൻഡിങ്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ പുവറായിട്ടുള്ള ആൾക്കാർക്ക് സ്പെൻഡിങ് മാത്രമേ അറിയുള്ളൂ, സേവിങ്സ് പോലും ഉണ്ടാവില്ല. പിന്നെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സേവിങ്സ് ഉണ്ടാകും, പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവർ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് അതിനുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ലഭിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? Are you learning anything new? Okay, is it amazing? Just comment down amazing. Just comment down amazing. If you are learning something new, just comment down amazing. അതായത് പാവപ്പെട്ട ആൾക്കാർ, പോറായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ചിലവ് മാത്രമേ ഉള്ളൂ. സ്പെൻഡ് ചെയ്യുക, പൈസ കിട്ടുന്നു സ്പെൻഡ് ചെയ്യുന്നു, സേവ് ചെയ്യാൻ പോലും അവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയ്ക്കും കുറവായിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത് സേവ് ചെയ്യുന്നു. മിഡിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പണം വരുന്നു, അത് സേവ് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് സേവ് ചെയ്യുന്നു. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് മാത്രമേ അവർ ചെയ്യുള്ളൂ. സേവ് ചെയ്തിട്ട് നീ ഭാവിയിലേക്ക് എടുത്ത് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ പണം വരുത്തുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു, സേവ് ചെയ്തിട്ട് പണം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിന്? അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ പറയാം, സാധാരണ പണം ഇന്ന് വരും നാളെ പോകും. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പറയാം, പണം ഇന്ന് വരും, നാളെ ഞാൻ പറഞ്ഞയക്കും, മറ്റന്നാൾ ഡബിളായിട്ട് തിരിച്ചു വരും. ഇതാണ്, നാളെ ഞാൻ പറഞ്ഞയക്കും, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ന് വരും പണം, നാളെ ഞാൻ പറഞ്ഞയക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അത് ഡബിളായിട്ട് തിരിച്ചു വരും. ഈ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് എത്താം, ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയും. അപ്പം അത്തരത്തിലുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഹലോ, ഡൗട്ട്സ് വല്ലതും ഉണ്ടോ ഈ പറഞ്ഞതിൽ? ഓക്കെ, നെക്സ്റ്റ്. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ കടങ്ങൾ വീട്ടുന്നതിന് പകരം ആദ്യം അവർ പേ ചെയ്യുക, ദേ പേ ഫ്യൂച്ചർ സെൽഫ് ഫസ്റ്റ്. അവർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ആദ്യം പേയ്മെൻറ്റ് നടത്തുക. എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ? കടങ്ങൾ വീട്ടുള്ളൂ. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ കടങ്ങൾ ആദ്യം വീട്ടാൻ നോക്കും, എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ശരിയാണോ? ഡു യു അഗ്രി വിത്ത് മീ?
അഗ്രി വിത്ത് മീ? ഡു യു അഗ്രി വിത്ത് മീ? ദിസ് ഈസ് എ വെരി പവർഫുൾ. മനസ്സിലാവുന്നുണ്ടോ? സാധാരണക്കാരെന്ന് വെച്ചാൽ വല്ലതും മിച്ചമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട്, മറ്റത് അങ്ങനെയല്ല. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എടുത്തിട്ട് അത് വെച്ചിട്ട് നിലവിലുള്ള ചിലവ് എന്ത് ചെയ്യും? ചിലവ് ചുരുക്കി ജീവിക്കും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ അതിൻ്റെ കടം വീട്ടുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ കാണിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് നിങ്ങൾ എന്ത് വെച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ദേ വിൽ പേ ദെയർ ഡ്യൂസ്. സാധാരണക്കാരെന്താണ് പേ ദെയർ ഡ്യൂസ്. ഇസ് ഇറ്റ് അമേസിങ്? ഫസ്റ്റ് ടൈം കേൾക്കുകയാണോ? ഇസ് ഇറ്റ് ഫസ്റ്റ് ടൈം? ജസ്റ്റ് കമൻറ്റ് ഡൗൺ ഫസ്റ്റ് ടൈം. മൈൻഡ് ബ്ലോൺ. ജസ്റ്റ് കമൻറ്റ് ഡൗൺ മൈൻഡ് ബ്ലോൺ. ജസ്റ്റ് കമൻറ്റ് ഡൗൺ മൈൻഡ് ബ്ലോൺ. MB എന്ന് കമൻറ്റ് ചെയ്തോ. മൈൻഡ് ബ്ലോൺ. ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇറ്റ്സ് എ മൈൻഡ് ബ്ലോയിങ് നോളജ്. ഓക്കെ. Pay yourself first. Rich invest their money and spend what is left. The poor spend their money and invest what is left. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു, എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ചെലവഴിക്കുന്നു. പാവപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? അവരുടെ പണം ചെലവഴിക്കുന്നു, എന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? Is it a big difference? Is it a big difference? Then just comment down BD. Big difference എന്നുള്ളതിന് BD എന്ന് കമൻറ്റ് ചെയ്യുക. Just comment down BD. മനസ്സിലാവുന്നുണ്ടോ? It's a huge difference is there. സാധാരണക്കാരും ഒരു തമ്മിലുള്ള. Just comment down BD. Okay? So that's how it is changing. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് there is a big difference. ഇനി എന്താണ് ചെയ്യേണ്ടത്? I want to introduce you to a plan. ഒരു പ്ലാനിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു തരാം എന്താണ്, എങ്ങനെയാണ് നിങ്ങളെ പണത്തെ ചെലവഴിക്കുക എന്നുള്ളതിന്. പാവപ്പെട്ട ഒരാൾക്കാർക്ക്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി മെൻറ്റാലിറ്റിയാണ്. എപ്പോഴും സേഫ്റ്റിയെക്കുറിച്ച് വറീഡാണ്. എന്നാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റിയാണ്. റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ റിസ്ക് എടുക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ പണം വരും, കൂടുതൽ വരുമാനം വരും. മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു ടേക്ക് റിസ്ക്. ഒരുപാട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കാണ് എടുക്കേണ്ടത്. സേഫ്റ്റി മെൻറ്റാലിറ്റിയിൽ ഇരിക്കരുത്. പാവപ്പെട്ടവരായി പോകും. അതേപോലെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് മൈൻഡ് സെറ്റാണ്. അവർക്ക് എപ്പോഴും ഒരു കംഫർട്ടുണ്ട്. സുഖം, ഇത്ര മതി, ഇങ്ങനെ മതി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. എന്നാൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. എനിക്ക് വളരണം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ സാമ്പത്തികമായിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ചു തുടങ്ങണം. ഇനി ഒരു കോട്ടാണ് പറയുന്നത്. ടു മെനി പീപ്പിൾ സ്പെൻഡ് മണി ദേ ഏൺഡ് to buy things they don't want, to impress people they don't like. അധികം ആൾക്കാരും അവരെ ഇഷ്ടപ്പെടാത്ത, അവർക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ അവരുടെ പണം ചെലവഴിക്കുന്നു. ക്ലിയർ ആണോ? സാധാരണക്കാരുടെ പ്രശ്നം ഇതാണ്. ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്ന ഒരു വളരെ അപക്വമായ തീരുമാനമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ പരിഹസിച്ച ആൾക്കാരുണ്ടാവും, കുറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ടാവും. ഓക്കെ, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, ഇതൊക്കെ ഇവരുടെ മുൻപിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? പണം വന്നു കഴിഞ്ഞാൽ ഇവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മളെ കുറ്റപ്പെടുത്തിയ, നമ്മളെ പരിഹസിച്ച ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നു, കാറ് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ ചെയ്യുന്നു. അതൊരു വലിയ മണ്ടത്തരമാണ്. കാരണം നമ്മൾ വെറുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുമ്പോഴാണ് അതിലെ മണ്ടത്തരം മനസ്സിലാവുക. സോ സ്റ്റോപ്പ് സ്പെൻഡിങ് മണി അൺനെസസറിലി. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, ഇനി എന്താണ്? ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 6 അക്കൗണ്ട് മണി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് വരുന്ന പണത്തെ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കും? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ്. ഓക്കെ, യാ, പാവപ്പെട്ടവരും സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾക്ക് 40%
ചെലവഴിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് 55% ചെലവഴിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് 55% ചെലവഴിക്കുന്നു. പിന്നെ അവർ 5% ഇൻവെസ്റ്റ് ചെയ്യുന്നു, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. ഓക്കെ. എന്നാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ 25% അവരുടെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് 10% ചെലവഴിക്കുന്നു. അവർ 65% ഇൻവെസ്റ്റ് ചെയ്യുന്നു. 65% ഇൻവെസ്റ്റ് ചെയ്യുന്നു. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കാര്യം. അത് ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്നത് 6 മണി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ലൈക്ക് 6 അക്കൗണ്ട് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം. 6 അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പണത്തെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന പണത്തെ നമ്മൾ എന്ത് ചെയ്യണം, നിക്ഷേപത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതെങ്ങനെയാണ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം, ഇതെങ്ങനെയാണ് പണത്തെ നമ്മൾ മാറ്റി വെക്കേണ്ടത്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 6 അക്കൗണ്ട് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം: FFA ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്, NEC നെസസിറ്റി അക്കൗണ്ട്, EDU എഡ്യൂക്കേഷണൽ അക്കൗണ്ട്, LTSS ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ് അക്കൗണ്ട്, ഗിവ് അക്കൗണ്ട്, പ്ലേ അക്കൗണ്ട്. 6 അക്കൗണ്ടുകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പണം നിങ്ങൾ മാനേജ് ചെയ്യണം. അതിൽ 6 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, 6 ഭാഗമാക്കിയിട്ട് തിരിക്കണം. ഒന്ന് FFA ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മിനിമം 10% ഇൻകം ടാക്സ് അടച്ചതിന് ശേഷം, ഓക്കെ, അല്ലെങ്കിൽ ടാക്സ് അടച്ചതിന് ശേഷമുള്ള വരുമാനം എത്രയാണോ അതിൻ്റെ 10% എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എന്നുള്ള രീതിയിൽ മാറ്റിക്കുക. സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പണം ഒരു കാരണവശാലും ടച്ച് ചെയ്യരുത്. ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് സേവ് ചെയ്ത് വെക്കുന്നത്. കിട്ടുന്ന വരുമാനം, അപ്പോൾ ഇപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്, ഇപ്പോൾ എത്ര വരുമാനം കിട്ടുന്നുണ്ട്, ആ വരുമാനത്തിൻ്റെ 10%. ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. അടുത്തത് നെസസിറ്റി അക്കൗണ്ടാണ്. നെസസിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NEC എന്ന് പറയും. നെസസിറ്റി അക്കൗണ്ട് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ചെലവഴിക്കാൻ പറ്റുന്നത് 50%. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 50% നിങ്ങൾ എന്ത് ചെയ്യുക, ചെലവഴിക്കാൻ നിത്യോപകാരങ്ങൾക്ക് വേണ്ടിയിട്ട്. നെസസിറ്റി ചിലവർക്ക് അത് വേണ്ടി വരില്ല കേട്ടോ. നല്ല വരുമാനമുള്ള ആൾക്കാർക്ക് 50% ചിലവഴിക്കേണ്ടി വരില്ല. യൂസ് ഇറ്റ് ഫോർ നെസസിറ്റീസ് ലൈക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡെയിലി എക്സ്പെൻസുകൾ മനസ്സിലാവുണ്ടോ. EDU എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പൈസ ചിലവഴിക്കണം. ആദ്യം ഇത് പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം, രണ്ടാമത് പറഞ്ഞത് നെസസിറ്റി, അപ്പോൾ എത്രയായി, 60 അത് കഴിഞ്ഞതിന് ശേഷം EDU 10%, 70%. അതായത് എഡ്യൂക്കേഷൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു 10% മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിനൊരു 10% എന്ത് ചെയ്യണത്, ചോദിക്കുന്നത്. ആ 10% നമ്മൾ കൊടുക്കുക. അപ്പോൾ എത്രയായി, 80. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ, കോഴ്സിൽ പങ്കെടുക്കാൻ, കൺസൾട്ടേഷന് വേണ്ടിയിട്ട്, ഡെവലപ്പ് യുവർ സ്കിൽ സെറ്റ്, ഇതിനെല്ലാം വേണ്ടിയിട്ട്. അടുത്തത് LTSS എന്ന് പറഞ്ഞിട്ടുള്ള ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെക്കലാണ്. അതായത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 10 to 20% നമുക്കിതിൽ വെക്കാം. ഓക്കെ, ഒരു 10% മിനിമം വെക്കുക. 20% ആകുമ്പോൾ തൊട്ട് മുമ്പുള്ള പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പെർസെൻറ്റേജിൽ കുറവ് വരും. ഇപ്പോൾ ലോണ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാൻ, ഡ്രീം ഹൗസ് വേണമെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാം, പ്രോപ്പർട്ടി വാങ്ങാം, മകളുടെ മാരേജ്, കാർസ്, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ കാര്യങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട്, മനസ്സിലാവുണ്ടോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രവാസിക്ക് ഗൾഫിൽ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, വീട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പൈസ മാറ്റി വെക്കണം. അത് 10% മിനിമം മാറ്റി വയ്ക്കുക, കഴിയുമെങ്കിൽ 20% മാറ്റി വയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് ഗിവ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5% നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഗിവ് മോർ ടു ഗെറ്റ് മോർ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, കൂടുതൽ നമുക്ക് ലഭിക്കുള്ളൂ. കൊടുക്കാൻ തയ്യാറാവുക, മാതാപിതാക്കൾക്ക് തയ്യാറാവുക,
പാവപ്പെട്ടവർക്ക് തയ്യാറാക്കുക, ജീവിത പങ്കാളിക്ക് തയ്യാറാക്കുക, വട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഹാവ് ടു ഗിവ്. പ്ലേ, അടുത്തൊരു 5% മാറ്റി വെച്ചിട്ട് പ്ലേ ചെയ്യാം. ഫൺ, ഫാമിലി, ഐപാഡ്, ടാബ്, വെക്കേഷൻ, LED TV, ബിഗ് സ്ക്രീൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടാറുണ്ടാവും. എൻജോയ്മെൻറ്റ്, റിലാക്സേഷൻ സംഗതികളൊക്കെ ആയിട്ട്. ഇതിന് വേണ്ടിയിട്ട് പോകേണ്ടത് നമുക്കുള്ള വരുമാനത്തിൻ്റെ 5% മാത്രമാണ് പോകേണ്ടത്. ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 രൂപത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പണത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് അമേസിങ്. സം മോർ സൗണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, NEC ഒന്നുകൂടെ പറയുക, ഞാൻ പറയാം. 1 മിനിറ്റ്, എനിക്കിവിടെ. ഓക്കെ, give me just 30 seconds. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ? ഓക്കെ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണം സമ്പാദിക്കണം എന്നുണ്ട് എങ്കിൽ ഇപ്പോൾ വരുന്ന പണത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ വരുന്ന പണത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുക? നമുക്ക് നമ്മുടെ കയ്യിൽ പണം നിൽക്കോ ഇല്ലയോ, പണം വർദ്ധിക്കോ ഇല്ലയോ, പണം ഇരട്ടിയാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. NEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസസിറ്റി അക്കൗണ്ടാണ്. അതായത് നമ്മുടെ നിത്യ ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര % ആണ് ചെലവഴിക്കേണ്ടത്? ഇപ്പോൾ ഏൺ ചെയ്യുന്നതിൽ നിന്ന് 50%. മാക്സിമം കേട്ടോ. അത് ഒരുപാട് വരുമാനമുള്ള ഒരാൾക്ക് 50% ഒന്നും വേണ്ട. ഇനി വേറെ രസമുണ്ട്. സാധാരണക്കാരൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അവൻ്റെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ഈ ചെലവ് ഇങ്ങനെ കൂടും. അത് 100% മുകളിൽ പോകുന്നുണ്ട്. 2 ലക്ഷം വരുമാനം ഉണ്ടായിട്ട് 2 ലക്ഷം ചെലവുള്ളവരുണ്ട്. 2,25,000 2,50,000 ചെലവുള്ളവരുണ്ട്. അത് കുറയുന്നില്ല. മാസത്തിലുള്ള ഒരു നിത്യ ചെലവ് പോലെയാണ്. ആ ലെവലുള്ള വീട്ടിലേക്ക് അവൻ മാറും. ആ ലെവലുള്ള കാർ അവൻ വാങ്ങും. ആ ലെവലുള്ള, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളെപ്പോഴാണ് ഒരു കാർ വാങ്ങേണ്ടത്? 2 കാർ അതായത് നമ്മൾ വാങ്ങുന്ന കാർ ഏതാണോ അത് 2 എണ്ണം വാങ്ങാൻ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉള്ള സമയത്താണ് അത് 1 എണ്ണം വാങ്ങേണ്ടത്. അത്രയ്ക്കും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരണം. അത് 2 എണ്ണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇന്നോവ കാർ വാങ്ങും. ഒരു ഇന്നോവ കാറും വേറെ ഇന്നോവ കാറും 2 എണ്ണം വാങ്ങാനുള്ള ക്യാഷ് നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ 1 എണ്ണം വാങ്ങിക്കും. അല്ലാതെ നമ്മളെന്ന് വെച്ചാൽ ഇല്ലാത്ത ക്യാഷ് ഒപ്പിച്ച് നമ്മൾ ലോൺ വിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് പോകുമ്പം ആ ലൈഫ് എന്നും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ അധികം അപ്ഡേറ്റ് ചെയ്യുക, അധികം നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്നുള്ളത് മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാനുള്ള, കച്ചവടം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. ആ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകരുത്. ക്ലിയർ ആണോ? അപ്പോൾ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാനുള്ളത്,
ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ ഒരു മണി മാനേജ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ്, ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ക്യാഷ് ഫ്ലോ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. പണം എങ്ങനെ നമുക്ക് വരുത്താൻ പറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള. സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പണം വരുത്താൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ്റെ സമയം ആണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ നിങ്ങളൊരു ക്ലോക്കിൻ്റെ ചിഹ്നം, എംപ്ലോയി എന്നുള്ളത്. ഒരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ സമയം വിൽക്കുന്നു. അവൻ്റെ സമയം വിറ്റിട്ട് എന്ത് ചെയ്യുന്നു? 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ അവൻ ജോലി ചെയ്യുന്നു. അതിനവന് വരുമാനം കിട്ടും. അവിടെയുള്ള പ്രശ്നം എന്താ? അവൻ്റെ വരുമാനം ലിമിറ്റഡ് ആണ്. യെസ് ഓർ നോ? അവൻ്റെ സമയവും ഈ പറഞ്ഞിരിക്കുന്ന പോലെ 8 മണിക്കൂർ. അതാരാ തീരുമാനിക്കുന്ന സമയം? അവൻ എപ്പോൾ വർക്ക് ചെയ്യണം? ടൈം ഫ്രീഡം ഉണ്ടോ? ഇല്ല. എപ്പോൾ വർക്ക് ചെയ്യണം എന്നുള്ളത് അവൻ്റെ ബോസ് തീരുമാനിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അത് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയും. അവർ സമയമല്ല കൊടുക്കുന്നത്, അവരവരുടെ സ്കില്ലാണ് കൊടുക്കുന്നത്, അവരുടെ കഴിവ്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വേറെ ആളുടെ ബോസിൻ്റെ കീഴിൽ നല്ല ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്കും ഒരു പ്രശ്നമുണ്ടെന്ന്, അവരുടെ വരുമാനം ലിമിറ്റഡ് ആണ്. അവർ എത്ര സമയമാണോ കൊടുക്കുന്നത് അത്ര സമയത്തിനനുസരിച്ചുള്ള വാല്യൂ അവർക്ക് കിട്ടുള്ളൂ. മുകളിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ്, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് ഓണറാണ്. അവർക്കുള്ളത് എന്താണ്? ദേ ഹാവ് പീപ്പിൾ. മറ്റുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സമയമല്ല കൊടുക്കുന്നത്, അവൻ പീപ്പിളിനെ ഓൺ ചെയ്യാണ്. അപ്പോൾ അവരുടെ പണം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ വർക്ക് ചെയ്തിട്ട് ഒരു ടീം ഉണ്ടാവും അവർക്ക്. അവർ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പണം ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മുകളിൽ പോകുന്നതാണ്. ഇവരെന്ന് പറയുന്നത് പണം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇവരുടെ കയ്യിലുള്ളത് എന്താണ്? ഇവരുടെ കയ്യിലുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകളാണ് ഇവരുടെ കയ്യിലുള്ളത്. മൾട്ടിപ്പിൾ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റർ ബിസിനസ്സുകളെ ഓൺ ചെയ്യുന്നു, ബിസിനസ്സുകാർ വ്യക്തികളെ ഓൺ ചെയ്യുന്നു. ഒരു വ്യക്തി സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്കില്ലിനെ ഓൺ ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ആയിട്ടുള്ള ആൾ അയാളുടെ സമയത്തെ ഓൺ ചെയ്യുന്നു. സമയം കൊടുത്ത് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു വരുമാനം ഉണ്ടാക്കുന്നു. സ്കില്ല് കൊടുത്തൊരു വരുമാനം ഉണ്ടാക്കുന്നു. ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് ഒരാൾ ഒരു വരുമാനം ഉണ്ടാക്കുന്നു. പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കമ്പനികളെ വാങ്ങിച്ചുകൊണ്ട്, കമ്പനിയിലെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് പണം ഉണ്ടാക്കും. നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്ററാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകും. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഇൻവെസ്റ്ററിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? എംപ്ലോയിയിൽ നിന്ന് സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ബിസിനസ് ഓണറിലേക്ക് വന്ന് ഇൻവെസ്റ്ററാണ്. അതിന് ബിസിനസ് പഠിക്കണം. എങ്ങനെയാണ് പണം പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ പറയുന്നത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു എംപ്ലോയിക്ക് എന്താ ഉള്ളത്? ഒരു ജോലിയാണുള്ളത്. നോ ലെവറേജ്. അവിടെ വേറെ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയില്ല. സമയത്തിനനുസരിച്ചുള്ള വരുമാനം കിട്ടുള്ളൂ. ഇവിടെ എന്താണ്? യു ക്രിയേറ്റ് എ ജോബ്. സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ അവിടെ കുറച്ചുകൂടി വരുമാനമൊക്കെ, നമ്മൾ പറയുന്ന വരുമാനമൊക്കെ നമുക്ക് വാങ്ങാം, കിട്ടും. എന്നാലും ഇതിനൊരു പരിധിയുണ്ട്. സമയത്തിനനുസരിച്ചേ ഉള്ളൂ. നമ്മൾ സമയം കൊടുത്താൽ നമ്മൾ എത്ര സമയം, ആരും നമ്മൾ തന്നെ പണിയെടുക്കണം, വേറെ ആരുമില്ല. ബിസിനസ്സിൽ അവിടെ ഉള്ളത് എന്താണ്? പീപ്പിളാണ്. അവിടെ ലെവറേജ് ഉണ്ടോ? ഉണ്ട്, നല്ല ലെവറേജ് ഉണ്ട്. അവിടെ പീപ്പിളാണ്. പീപ്പിൾ വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ കൂടുതൽ പണം കിട്ടുന്നു. മനസ്സിലാവുണ്ടോ? പണത്തിൻ്റെ ഇതിങ്ങനെ കൂടുന്നത് കണ്ടോ? സെൽഫ് എംപ്ലോയിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും, സാലറിയിൽ നിന്നാൽ കുറച്ചുകൂടെ കൂടും. പിന്നെ ഒരു കമ്പനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേറെ പണം കൂടും. അപ്പോൾ വർക്ക് ഫോർ യു, പീപ്പിൾ, ബിസിനസ്സുകൾ, മണി വർക്ക് ഫോർ യു. പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ പണമാണ്. പണം കൊണ്ട് പണത്തെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുകയാണ്. അവർക്ക് എന്താ വെച്ചാൽ ദ മോർ മണി ദേ ഇൻവെസ്റ്റ്, ദ മോർ മണി ദേ വിൽ ഗെറ്റ്. ആ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാകണം. ഇനി അതിൻ്റെ മറ്റൊരു കുറേ വേർഷൻസ് ഉണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ്? എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ ഇനി നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ താല്പര്യമുണ്ടോ? ബിസിനസ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ പണം വരുന്നത്? എങ്ങനെയാണ് ബിസിനസ് പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അതും ചെറിയൊരു ഫീസിന്. ഓക്കെ. ഇതിനു മുൻപ് നമ്മൾ 449 രൂപയ്ക്ക് സെൽഫ് ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ
ബിസിനസ് ആകുമ്പോൾ കുറച്ചൊന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ പണം ഉണ്ടാക്കാനാണ് പഠിക്കുന്നത്. ആ പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 day കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആർ യു റെഡി? ആർ യു ഇൻട്രസ്റ്റഡ്? ആർ യു എക്സൈറ്റഡ്? ഇഫ് യു ആർ റെഡി, ഐ വിൽ ലവ് ടു ഷെയർ അബൌട്ട് ഇറ്റ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് എന്താ വെച്ചാൽ, ഇഫ് യു ആർ എക്സൈറ്റഡ്, ജസ്റ്റ് ഗിവ് മീ എക്സൈറ്റഡ്. ഓക്കെ. അപ്പോൾ അതിന് ചെറിയൊരു ഫീസിൽ, നോർമലി ഞാൻ ആ കോഴ്സ് ചെയ്യാറുള്ളത് 35,000 റുപ്പീസ്, 40,000 റുപ്പീസ് ഓഫ്ലൈൻ പ്രോഗ്രാം ചെയ്യും. കാരണം അത്രക്കും എക്സ്പെൻസ് മറ്റുള്ള ഹോട്ടൽ കാര്യങ്ങൾ സംഗതികളൊക്കെ ഉണ്ടാവും. ഓൺലൈനിൽ അത് ചെയ്യുന്ന സമയത്ത് 15,000 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കുറഞ്ഞത് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു 5 day വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഈ 5 day വർക്ക്ഷോപ്പ് എന്തൊക്കെ പഠിക്കും എന്നുള്ളത് ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ അതിൽ എന്തൊക്കെ പഠിക്കും? ഇതേപോലുള്ള കുറേ സീക്രട്ടുകൾ പഠിക്കും. ഇന്നത്തെ സീക്രട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇതിലെന്ത് പഠിക്കും എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, ഇതിൻ്റെ പേരെന്താ വെച്ചാൽ ബിസിനസ് എക്സലൻസ് 5 day വർക്ക്ഷോപ്പ് എന്നുള്ളതാണ്. ഓക്കെ. 28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്കാണ്. 10 മണി മുതൽ 12 മണി വരെ 2 മണിക്കൂർ സെഷൻ. കാരണം എന്താണ് 10 മണിക്ക് ഇട്ടതെന്ന് വെച്ചാൽ, ബിസിനസ്സുകാരാകുമ്പോൾ ബിസിനസ് ഉണ്ടാവും, സംഗതികളുണ്ട്, തിരക്കുണ്ടാവും. പക്ഷെ മോർണിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സെഷൻ നടക്കാതെ പോകും. 7 മണിക്കുള്ള സെഷൻ. അപ്പോൾ അല്ലെങ്കിൽ 8 മണിക്കിടണം. 8 മണി മുതൽ 10 മണി വരെ. അത് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഒന്നുകിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു 8 മണി മുതൽ 10 മണി വരെ ഉള്ള സെഷനായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ 10 മണി മുതൽ 12 മണി വരെ. ഇതിലേതെങ്കിലും ടൈമാണ് വരിക. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ ബിസിനസ് എക്സലൻസ് 5 day വർക്ക്ഷോപ്പ് ഉണ്ട്. ഈ 5 day വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. പലപ്പോഴും നമുക്ക് ഹാർഡ് വർക്കേ അറിയുള്ളൂ ബിസിനസ്സിലാണെങ്കിൽ പോലും. അപ്പോൾ അത് സ്മാർട്ട് വർക്ക് ചെയ്യണം. ബുദ്ധിപരമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യാം, ബിസിനസ്സുകൾക്ക് ഓരോ ഏരിയയിലും വേണ്ട സ്ട്രാറ്റജികൾ എങ്ങനെ സെറ്റ് ചെയ്യാം, മാർക്കറ്റിംഗ്, സെയിൽസ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, റവന്യൂ, ഇതെങ്ങനെ ഉണ്ടാക്കാം, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായിട്ട് ഇതെങ്ങനെ പ്ലാൻ ചെയ്യാം. ബിസിനസ് ടു ഡബിൾ യുവർ പ്രോഫിറ്റ് ആൻഡ് ഗ്രോ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് കൂട്ടാനും അതേപോലെ ഗ്രോ ചെയ്യാനും ബിസിനസ് പഠിക്കണം. പഠിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വരുന്നൊരു കാര്യം വെച്ചാൽ, ഹൗ ടു ഓവർകം യുവർ കറണ്ട് ബിസിനസ് ചാലഞ്ച്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ ലിസ്റ്റ് എഴുതിയെടുക്കും. നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഡാറ്റ ഫോം തരും കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ്. അതിനെ ബേസ് ചെയ്തിട്ട്, ആ ഡാറ്റ ഫോമിൽ ബേസ് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ചാലഞ്ചസും നമ്മൾ പഠിക്കും. പഠിച്ചിട്ട് അത് കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, Q&A സെഷനിലും മറ്റുള്ള കാര്യങ്ങളിലുമായിട്ട് അത് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ചാലഞ്ചസോ സംഗതികളോ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ടൂൾ ഉണ്ട്, ബിസിനസ് പ്രോബ്ലം സൊല്യൂഷൻ ടൂൾ. ആ ടൂൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അതിൽ നമ്മൾ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രാക്ടിക്കൽ ബിസിനസ് ലാസ്റ്റ് 10 yearsൽ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ. ഇതിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ എന്താണോ എൻ്റെ ബിസിനസ്സിൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആസ് എ ബിസിനസ്മാൻ എൻ്റെ പ്രാക്ടിക്കലി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പോൾ അതിനൊരു ടൂളുണ്ട്, ഒരു പ്രോബ്ലം നമ്മൾ കണ്ടെത്തുന്നതിന്. ആ പ്രോബ്ലം എന്താണ്, എങ്ങനെ കണ്ടെത്താം, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിനൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ എന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്താണ് ഈ പ്രോബ്ലം, ആ പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അത് എങ്ങനെ ഉണ്ടായി, അത് ഇനി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എന്താ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തും, സൊല്യൂഷനിലേക്ക് എത്തും. അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി മറികടക്കാൻ പറ്റും. ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ടൂൾ നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഉപയോഗിക്കാം. അതൊരു എന്താ പറയുക, PDF ഫോർമാറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ, ഹൗ ടു ബിൽഡ് എ കറേജ് ആൻഡ് റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ആസ് ബിസിനസ്മാൻ. ബിസിനസ്മാൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ട കാര്യം കറേജാണ്, ധൈര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കാനുള്ള മൈൻഡ്, ആ റിസ്ക് എടുക്കാനുള്ള മൈൻഡിൽ പലപ്പോഴും പേടിയാണ് പല ആൾക്കാർക്കും. ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്കത് മൊത്തം പൊളിച്ചടുക്കും നമ്മൾ. എന്നിട്ട് നല്ല കറേജുള്ള, കോൺഫിഡൻസ് ഉള്ള, ക്ലാരിറ്റി ഉള്ള, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം. വെറുതെ റിസ്ക് അല്ല, എല്ലാ പേടിയും ഒഴിവാക്കിയിട്ട് ചാടി റിസ്ക് എടുക്കുന്ന ആളല്ല, മറിച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് മാറ്റും. അത് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, ഹൗ ടു മൾട്ടിപ്ലൈ യുവർ സെയിൽസ്. നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ട സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യും, ഒരു പവർഫുൾ സെയിൽസ് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ സെയിൽസ് ഫോഴ്സ്, ഒരു ടീമിനെ എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഒരു സെയിൽസ് പിച്ച് എങ്ങനെ നമ്മൾ, അതായത് ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ആ കസ്റ്റമർ എന്ത് പറഞ്ഞാലാണ് ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിക്കോട്ടെ, അതിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ക്ലോസ് ആകും, ഏത് രീതിയിൽ അയാളോട് സംസാരിക്കണം, അയാളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, റാപ്പോ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ കസ്റ്റമറോട് മുൻപിൽ നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് കാര്യം. ആ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, കോൾ വന്നു കഴിഞ്ഞാൽ, എൻക്വയറി വന്നു കഴിഞ്ഞാൽ
ആർ യു അറ്റൻഡിങ് ഓൺ ടൈം? നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റണം. സോ യു നീഡ് എ സ്ട്രാറ്റജി ഫോർ ദാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ സെയിൽസ് സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യണം, സെയിൽസ് പിച്ച് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ഹൗ ടു മോട്ടിവേറ്റ് യുവർ സെയിൽസ് ടീം. നിങ്ങൾക്ക് സെയിൽസ് ടീം ഉണ്ടെന്ന് വെച്ചോളൂ, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? ഇനി ഭാവിയിൽ ഉണ്ടാകാൻ തീരുമാനിക്കുകയാണ്, ഉണ്ടാവേണ്ടി വരും ചിലപ്പോൾ, അവരെങ്ങനെയാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക? അവരെങ്ങനെ നിങ്ങൾ ലീഡ് ചെയ്യും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും? ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡായി മാറാം. അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വെച്ചാൽ, നമുക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഗെയിമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെയിൽസ് ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക? എങ്ങനെയാണ് നിങ്ങൾ, പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ആ പേജ് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി, അതിലേക്ക് കോണ്ടന്റ് എപ്പോൾ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം, അതിൽ ഏത് ടൈപ്പ് കോണ്ടന്റാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അതിലുള്ള വീഡിയോസ് എങ്ങനെയായിരിക്കണം, അതിലുള്ള ടെക്സ്റ്റ് എങ്ങനെയായിരിക്കണം, അതൊക്കെ ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ടൂളുകൾ ഏതാണ്? ഇപ്പോൾ AI ടൂളുകൾ ഒരുപാടുണ്ട്. ChatGPT പോലുള്ള AI ടൂളുകളുണ്ട്. നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എഴുതാൻ പറ്റും. അതിൻ്റെ കമൻറ്റ്, എന്താ പറയുക, ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഞാനിപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. വിത്തിൻ 2 മിനിറ്റ്സ്, 2 സെക്കൻഡ്സിനുള്ളിൽ, ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ അതിൻ്റെ കമാൻഡ് കൊടുക്കും, പ്രോംപ്റ്റ് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോക്ക് വേണ്ട കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? വിത്തിൻ 2 സെക്കൻഡ്സിനുള്ളിൽ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്ത് തരും. 2 സെക്കൻഡ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്ത് തരികയാണ് എന്ത്? ChatGPT. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അതൊന്നും എന്താ പറയുക, അതൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉപയോഗിക്കേണ്ട കുറേ ടൂളുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ടുള്ള കുറേ ടൂളുകളുണ്ട്. നമുക്ക് നമ്മുടെ വോയിസ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വീഡിയോ മേക്ക് ചെയ്യണോ? നിങ്ങളുടെ വോയിസിൽ നിങ്ങൾ സംസാരിക്കാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കണം താല്പര്യമുണ്ട്? എൻ്റെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുള്ളത് ഐ വിൽ ഷോ യു റൈറ്റ് നൗ, എങ്ങനെ അത് ചെയ്യാമെന്നുള്ളതിൻ്റെ. അപ്പോൾ അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ഇറ്റ്സ് ഫ്രീ ആക്ച്വലി. ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ട്. എനിക്കത് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വുഡ് യു ലൈക്ക് ടു സീ? ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ചെയ്തതാണ്. അത് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ChatGPT ഉപയോഗിച്ചിട്ട് വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ആ സ്ക്രിപ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഈ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ജസ്റ്റ് പ്ലേ ചെയ്യുന്നു. എൻ്റെ വോയിസ് ഒരു 30 സെക്കൻഡ്സ് റെക്കോർഡ് ചെയ്യുന്നു, എൻ്റെ സൗണ്ട്. അത് എന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ്, സംസാരിക്കുന്ന എൻ്റെ ശബ്ദം, വിത്തിൻ എന്താ പറയുക, ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ എനിക്കത് എന്ത് ചെയ്തു, ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, ഇത് ചെയ്തു തന്നു. ഏത് രീതിയിൽ? കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു തന്നു. അപ്പോൾ എനിക്കത് നിങ്ങളെ കേൾപ്പിക്കണം താല്പര്യമുണ്ട്. ഐ ഡോണ്ട് നോ അത് എവിടെയാണെന്നുള്ളത്, ഫയൽ എവിടെയാണെന്നുള്ളത്. ബട്ട് NVIDIA എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയറിലാണ്. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ there. Let me check. NVIDIA.ai turns ideas into, okay. ഞാൻ അതിൽ ലോഗിൻ ആണോ എന്ന് എനിക്കറിയില്ല. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, join with Apple. ഓക്കെ, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ് ഈസ് അവൈലബിൾ. കാണാൻ താല്പര്യമുണ്ടോ? ഓക്കെ, യാ. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടോ നോക്കട്ടെ. എക്സ്പ്ലെയിനർ, മീഡിയ ലൈബ്രറി. ഓക്കെ, generate, explore, export, continue, no watermark. Okay. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. യാ, ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇതേപോലെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് ഗുഡ്? ഗിവ് മീ തംസ് അപ്പ്. മുസ്തഫ സാർ. ഓക്കെ,
കാണാൻ പറ്റുന്നില്ല, വരുന്നുണ്ടോ? 1 മിനിറ്റ് നോട്ടെ. നിങ്ങൾക്ക് പേജ് കാണാൻ പറ്റുന്നില്ലേ? യെസ്, പ്ലേ ആവുന്നില്ല അല്ലേ? Managing stress by simplifying your life involves adopting strategies to reduce complexity and create a more balanced lifestyle. Here are some tips to help you with that. Tip number 1, prioritize tasks. Identify the most important tasks and focus on completing them first. Learn to say no to non-essential commitments. Number 2, various strategies. Life involves adopting various strategies to reduce complexity and create a more balanced lifestyle. Here are some tips to help you with that. Tip number 1, prioritize tasks. Identify the most important tasks and focus on completing them first. Learn to say no to non-essential commitments. Number 2, set realistic goals. Break down larger goals into smaller, manageable tasks. Set realistic deadlines and avoid overwhelming yourself with too many goals at once. Number 3, practice mindfulness. Take breaks throughout the day to practice mindfulness or meditation. This can help calm your mind and reduce stress levels. Number 4, establish routines. Create daily routines that include time for work, relaxation, exercise, and social activities. Having a structured routine can reduce decision fatigue and increase productivity. Number 5, limit digital distractions. നിങ്ങൾക്കത് Reduce screen time by setting boundaries on how often you check. കാണാൻ പറ്റിയോ? നിങ്ങൾക്ക് കാണാൻ പറ്റിയോ? സോ ഇത് എൻ്റെ വോയിസ് ആണ്, പക്ഷേ ഇംഗ്ലീഷിലാണ്. ഞാനല്ല ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ശബ്ദം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ. ഇത് ഈ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സംസാരിക്കുക വേണ്ട ഈ കാലത്ത്. ഇത് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, മലയാളത്തിൽ ചെയ്യാനുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തത് ഓൾറെഡി ഉണ്ട്. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ്, ഇതേപോലുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. വീഡിയോസ് ഓക്കെ, ഇതേപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഇതേപോലെ കുറേ ടൂളുകൾ വന്നിട്ടുണ്ട്, പുതിയ ടൂളുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് എന്താ വെച്ചാൽ ഈ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ടാവും, ബിസിനസ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ വരുന്ന അപ്ഡേറ്റ്സുകൾ, സംഗതികളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിലെന്താ വെച്ചാൽ ബിസിനസ് പഠിക്കണം, ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരിക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണ്ടേ. പക്ഷേ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സീറോ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിനെ പതിയെ ഗ്രോ ചെയ്തു. പെട്ടെന്ന് അതിൽ വെച്ചിട്ട് റിച്ച് ആകാം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബട്ട് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവൻ്റെ പണം, മറ്റുള്ളവൻ്റെ ആശയം, മറ്റുള്ളവൻ്റെ കഴിവ്, മറ്റുള്ളവൻ്റെ സമ്പത്ത്, മറ്റുള്ളവൻ്റെ ഐഡിയ, ഇതിനെ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അനുഭവ സമ്പത്ത്, ഇങ്ങനെയുള്ള സംഗതികളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരു പ്രോപ്പർ ബിസിനസ്മാൻ. അപ്പോൾ ആ ലെവലിലേക്ക് സീറോ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് ഇതൊരു പ്ലാൻ ആക്കി മാറ്റുക, എങ്ങനെയാണ് ഇതൊരു ബിസിനസ് ആക്കി മാറ്റുക, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിൻ്റെ ആ ഗെയിം അറിയണം. യു നീഡ് ടു ലേൺ ഹൗ ടു ഡു ബിസിനസ്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീഡിയോസ് വൈറലാവുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വന്നു. ഇപ്പോൾ 1 മില്യൺ അടിക്കാൻ നിൽക്കുന്ന 2 വീഡിയോസ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ എന്ത് ഗെയിമാണ് അവിടെ ചേഞ്ച് ചെയ്തത്, ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ആ ചേഞ്ച് വന്നിട്ടുള്ളത്. ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു, അല്ലെങ്കിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ചില ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫ്ലൈ ലൈക്ക് എനിത്തിങ്. വീഡിയോസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള കുറേ മെത്തേഡുകളുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡുകളുണ്ട്, ബ്രാൻഡ് ബിൽഡിംഗ് മെത്തേഡുകളുണ്ട്, ഇൻസ്റ്റഗ്രാം അൽഗോരിതം ഹാക്കിംഗ് മെത്തേഡുകളുണ്ട്.
അതേപോലെ തന്നെ കുറേ ടെക്നിക്സുകളുണ്ട്. ഇത്തരത്തിലുള്ള കുറേ ടൂളുകളും ടെക്നിക്സുകളും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹൗ ടു ഫൈൻഡ് യുവർ റൈറ്റ് കസ്റ്റമർ പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന സംഗതിയാണ്. കറക്റ്റ് കസ്റ്റമറിലേക്ക് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കസ്റ്റമർ ആരാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവരിലേക്ക്, അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മാർക്കറ്റിൻ്റെ നിഷ് തീരുമാനിക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ഹൗ ടു ലീഡ് യുവർ ടീം എഫക്റ്റീവ്ലി ആസ് എ ബിസിനസ് ലീഡർ. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്, ക്ലയൻസിന് നമ്മുടെ ടീം മെമ്പേഴ്സിന് കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ആണ്, ഡിറക്ഷൻ ആണ്, ക്രിയേറ്റിവിറ്റിയാണ്. ഈ 3 കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, എന്നിട്ട് എങ്ങനെ നമ്മുടെ ടീമിനെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബിസിനസ് എക്സലൻസ് 5 days വർക്ക്ഷോപ്പിൻ്റെ ഫീ വരുന്നത് വളരെ ചെറിയ ഫീ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം. 28th മാർച്ചാണ് വരുന്നത്. 10 മണി മുതൽ 12 മണി വരെ നമ്മൾ ഈ സെഷൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ 8:30 to 10:30 ഓർ 10 AM ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന നിങ്ങളുടെ ടൈമിംഗ് കൂടി കാര്യങ്ങൾ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഐ ആം റെഡി ടു ടേക്ക്. ഈ 2 ടൈമിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ തിരക്കുകളുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സംഗതികളുണ്ടാവും, സ്ത്രീകൾ ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഏത് ടൈമാണ് ബെറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച്, അപ്പോൾ 10 AM to 12 PM വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്, അപ്പോൾ ആക്ച്വൽ ഫീ 15,000 rupees ആണ്. നമ്മൾ ഈ ലോഞ്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 1399 രൂപയ്ക്ക് ഈ പ്രോഗ്രാം കൊടുക്കാൻ റെഡിയാണ്. 5 days ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ്. 1399 രൂപയ്ക്ക് ഇത്രയും വലിയൊരു ഓഫർ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 8086007775 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരുന്നില്ലേ, അതേ ഇതിലുള്ള നമ്പറിൽ പറയുന്ന അതേ നമ്പറിലേക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് അടക്കുക. 8086007775 ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, 1399 രൂപ അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 8086007771 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേയ്മെൻറ്റ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബിസിനസ് പ്രോഗ്രാമാണ്. കംപ്ലീറ്റ്ലി ബിസിനസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള 5 day വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതിൽ നിലവിലുള്ള കറണ്ട് ചാലഞ്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്ന അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സും സംഗതികളും ടൂളുകളും പഠിപ്പിച്ചു തരും. പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെയിൽസ്, നിങ്ങൾക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള സെയിൽസ് എഞ്ചിൻ, സെയിൽസ് ടീം എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ടീം ലീഡർഷിപ്പ് ലെവലിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ബിസിനസ്സിന് സ്ട്രാറ്റജീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു ബിസിനസ് മാൻ ബേസിക് ആയിട്ട് അയാളിൽ ഇപ്പോൾ ഉള്ള, നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജ് ഏതായിക്കോട്ടെ, നിങ്ങൾ ബിസിനസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും, ബിസിനസ് ചെയ്തിട്ട് ഓൾറെഡി ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളാണെങ്കിലും, നെക്സ്റ്റ് ഫേസിലേക്ക് പോകേണ്ട ടോട്ടൽ ഒരു റീജുവനേഷൻ, ഒരു റീബൂട്ടിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരു റീഫ്രഷ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ അറ്റൻഡ് ദിസ് ഇവൻറ്റ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇതിൽ ഒഫീഷ്യലി കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്ന ടോപ്പിക്സ്. ഇതിനപ്പുറത്തേക്ക് തന്നെ ബിയോണ്ട് ഇതിൻ്റെ ഡിസ്കഷൻസ് പോകും. ഇതിൻ്റെ നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും. സോ 5 days വർക്ക്ഷോപ്പ് ചെറിയ ഫീയേ ഉള്ളൂ. നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്, പ്ലസ് ഒരു ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വൽ ഓൺലൈൻ കോഴ്സിൻ്റെ ഫീ നമ്മൾ ഇതിനു മുമ്പ് കൊടുക്കുന്നത് 15,000 rupees ആയിരുന്നു. ആ ഒരു സംഗതി 1390 സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓഫറിൽ ഇപ്പോൾ അവൈലബിൾ ആക്കുകയാണ്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 28ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് അടക്കാനുള്ള 2 ദിവസം നിങ്ങൾക്ക് നൽകുന്നത്. 24 ആണെന്നുള്ള 25, 24, ഇന്ന് 25, 26 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. ബാക്കിയുള്ള ദിവസം ഡാറ്റ കളക്ഷൻ ദിവസമായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലംസും സംഗതികളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്ന ദിവസമായിരിക്കും. ആൻഡ് ദെൻ 28ാം തീയതി രാവിലെ നമ്മൾ എന്ത് ചെയ്യും, കോഴ്സ് ലോഞ്ച് ചെയ്യും. ഓക്കെ, ഇഫ് യു ആർ റെഡി ടു ലേൺ, എക്സൈറ്റഡ് ആണ്. ചില ആൾക്കാർ പറയും ബിസിനസ്സിൻ്റെ ടൈമാണ്, ആ സമയത്ത് വരാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതൊക്കെ ആ മൈൻഡ് സെറ്റൊക്കെ നമ്മൾ പൊളിച്ചെഴുതണം. കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളില്ലാതെ ആ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ട്രാറ്റജികൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതിനാണ് നമ്മൾ ടീം ബിൽഡിംഗ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഒരു സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളെങ്ങനെ ടീമിനെ ലീഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ടീമിനെ ലീഡ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റണം. അതിന് കുറേ മെത്തേഡുകൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ആർ യു ഇൻട്രസ്റ്റഡ്? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ചെറിയൊരു പ്രൈസിനാണ്, 1399 രൂപയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, പങ്കെടുക്കുക. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് കമൻറ്റ് ഡൗൺ, മേക്ക് ദ പേയ്മെൻറ്റ്. ആൻഡ് ബിസിനസ് ഇപ്പോൾ ചെയ്യാത്തവർക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കോഴ്സ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ള സംഗതികളുടെ കാര്യങ്ങൾ മൊത്തം പഠിക്കാൻ പറ്റും. എന്നിട്ട് ബിസിനസ്സിലേക്ക് പഠിക്കാനുള്ളൊരു ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും അതേപോലെ തന്നെ ക്ലാരിറ്റിയും സംഗതികളും നിങ്ങൾക്ക് ഇതിലൂടെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ബിസിനസ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികളിലേക്കും പോകും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പെയ്ഡ്. സാജിദ്, ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓൾറെഡി ആരെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് പറ്റുമോ? 10 മണിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, റാഹത്ത്, ഓൾറൈറ്റ്. 8 മണിക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യാനാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. കാരണം റംസാൻ ആയതുകൊണ്ട് ഏർലി മോർണിംഗിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. 10 മണി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ടൈം വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ 8 മണിക്ക് തന്നെ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 മണിക്കോ അല്ലെങ്കിൽ 8:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഞങ്ങൾ പറയുന്നത്, ടൈമും കാര്യങ്ങളൊക്കെ. ഇറ്റ്സ് ഫോർ അസ് ആൻഡ് ബി വിത്ത് അസ് ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗെദർ ആൻഡ് ലേൺ ടുഗെദർ. ഓക്കെ, അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ്. ഇതൊരിക്കലും പുറത്ത് നമ്മൾ അനൗൺസ് ചെയ്യില്ല, ഈ പ്രൈസോ ഓഫറോ കാര്യങ്ങളോ ഒന്നും. ദിസ് ഈസ് ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് ബൈ ദ കമ്മ്യൂണിറ്റി. മനസ്സിലാവുന്നുണ്ട്? ഫ്രം ദ കമ്മ്യൂണിറ്റി, ബൈ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. മനസ്സിലാവുന്നുണ്ട്? ഒരാൾക്ക് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ സാർ? റജിയില്ല. തീർച്ചയായിട്ടും വഴിയുണ്ട്. പൈസ തിരിച്ചു കൊടുത്ത് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. നമുക്കൊരു ക്രെഡിറ്റ് പോളിസി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പണം കിട്ടാത്തത്. ഇനി തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ പല വഴികളുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. 8 o'clock. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 o'clock. ഓക്കെ, 8086880775 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് അടക്കേണ്ടത്. ഇതിന് മുൻപ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും. അപ്പോൾ ബിസിനസ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനേഴ്സ് ആവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കോഴ്സ് അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഈ ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ ഓക്കെ, 1 മിനിറ്റ്, എനിക്ക് ഇവിടെ ഗ്രൂപ്പിലേക്കൊരു ഇതിടണം. അതൊന്ന് പോസ്റ്റ് ചെയ്യാവോ? ആ നമ്പർ 8086, പ്ലീസ് അഡ്മിൻ ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? 8086880775. റെക്കോർഡ് ഉണ്ടാവോ? തീർച്ചയായിട്ടും റെക്കോർഡ് തരും. നോ ഇഷ്യൂ. റെക്കോർഡ് നിങ്ങൾക്ക് നൽകും. റെക്കോർഡ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് നൽകും. അത് ഒരു 10 days നിങ്ങൾക്ക് റെക്കോർഡ് നൽകും കേട്ടോ. 10 days നിങ്ങൾക്ക് റെക്കോർഡ് നൽകാം. ഈ 10 daysനുള്ളിലൊക്കെ നിങ്ങൾ കേട്ട് തീർക്കണം. കാരണം ഒരുപാടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് റെക്കോർഡ് തരാം. ഓക്കെ, 10 days നിങ്ങൾക്ക് റെക്കോർഡ് അവൈലബിൾ ആയിട്ട് തരാം. അതിനുള്ളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തീർത്താൽ മതി കേട്ടോ. ഓക്കെ, 10 days നിങ്ങൾക്ക് തരാം, നോ ഡൗട്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം അതിനുള്ളിൽ നിങ്ങൾ തീർക്കണം. നിങ്ങൾ കേൾക്കൂല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. മനസ്സിലാവുന്നുണ്ടോ? കാരണം നിങ്ങൾക്ക് റെക്കോർഡല്ല ഇഷ്ടം, നിങ്ങൾക്ക് ലൈവ് ഇങ്ങനെ തകർക്കുന്നത് കേൾക്കണം, അതാണ് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് കിട്ടിയിട്ട് കാര്യമില്ല. ചില ആൾക്കാർ മാത്രം റെക്കോർഡ് കേൾക്കും. ഓക്കെ, അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പേയ്മെൻറ്റിൽ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ചു, പേയ്മെൻറ്റ് ഇത്ര കുറച്ചിടണോ എന്നുള്ളത്, ഈ കോഴ്സിനൊരു വിലയില്ലാതാവുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ തീരുമാനിച്ചു, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് ഗ്രാബ് ദ ഓഫർ റൈറ്റ് നൗ. ഫ്യൂച്ചറിൽ ഒരിക്കലും ഈ പേയ്മെൻറ്റിനൊന്നും കിട്ടൂല. സോ ഗ്രാബ് ദ ഓഫർ ഉണ്ടാവും. പേയ്മെൻറ്റ് ടു 8086880775 എന്ന നമ്പറിലേക്ക് കേട്ടോ. മറക്കരുത്. ഇന്ന് നാളെ 2 ദിവസമാണ് നമുക്ക് എന്താ വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ. സോ ഡു ഇറ്റ്. 2 days രജിസ്ട്രേഷൻ. മാക്സിമം പെട്ടെന്ന് വെച്ചാൽ പ്രൈസ് എക്സൈറ്റഡ്. ഓക്കെ, എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ്. വെരി ഗുഡ്. ഓക്കെ, ഒരു സംശയമില്ല. കാരണം ബിസിനസ് പ്രോഗ്രാമാണ്. കാരണം ഈ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല. ഇത് നിങ്ങൾ 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയ്ക്കുള്ള വാല്യൂ ഉണ്ട്. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സോ അത് നിങ്ങൾ ശരിക്കും ബിസിനസ്മാൻ എന്നുള്ള നിൽക്കും പണം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ശരിക്കും ഷിഫ്റ്റ് ചെയ്യും. കംപ്ലീറ്റ്ലി ചേഞ്ച്. ഇന്നത്തെ സെഷനിൽ തന്നെ നിങ്ങൾ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിച്ചു? സ്വർണ്ണം പഠിച്ചോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? പുതിയ കാര്യങ്ങൾ കിട്ടിയോ? ഷിഫ്റ്റ് ആയോ? എന്നാൽ ഈ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ like blown away, no doubt about that. You just come, let's have a discussion, let's have a sincere ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത്, നിങ്ങളെ പുഷ് ചെയ്ത്, നിങ്ങളെ പഠിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വരിക. മനസ്സിലാവുന്നുണ്ടോ? വന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പിന്നെ ഒന്നും നോക്കാമല്ല, നിങ്ങൾ വരിക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ജസ്റ്റ് കം ആൻഡ് ജോയിൻ. മറക്കരുത്. മോർണിംഗിൽ നമുക്ക് ചെയ്യാം അല്ലേ, ഒരു 8:30 ചെയ്യാം അല്ലേ പ്രോഗ്രാം? ഓക്കെ, അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 8 o'clock വരെ നമുക്ക് എന്തുണ്ടാവും, മോർണിംഗ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് 8:30 എന്ത് ചെയ്യാം, ഇതിലേക്ക് കിടക്കാം. അതെ, 1399 രൂപയുള്ളൂ. മേക്ക് ദ പേയ്മെൻറ്റ് ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. 5 days ഇൻറ്റൻസീവ് ബിസിനസ് ട്രെയിനിങ്, ബിസിനസ് എക്സലൻസ് 5 day വർക്ക്ഷോപ്പ്. മറക്കരുത്. അപ്പോൾ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? പേയ്മെൻറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഡൺ എന്ന് കമൻറ്റ് ചെയ്യാം. സർ എനിബഡി ഹു ഹാവ് ഡൺ? ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം. അതിലേക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇതേപോലെ നമ്മൾ ആഡ് ചെയ്യും നിങ്ങൾ കേട്ടോ. ഓൾറൈറ്റ്, അപ്പോൾ മറക്കരുത്. പിന്നെ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഹോപ്പ് വർത്ത്
യെസ്, ഡെഫിനറ്റ്ലി റാഹത്ത്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. വർത്താണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാനല്ലേ ക്ലാസ് എടുക്കുന്നത്, ഇതിന് മുൻപ് നിങ്ങൾ അറ്റൻഡ് ചെയ്തല്ലേ റാഹത്ത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ, നമ്മുടെ ബീറ്റ് പ്രോകാസ്റ്റിനേഷൻ പ്രോഗ്രാം? അടിപൊളിയായിരുന്നില്ല? ഓഫ് കോഴ്സ്, യെസ്. അപ്പോൾ എന്തായാലും നമ്മളെന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ട് 100% നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് നൽകും. വേറെ ബുദ്ധിമുട്ടുകളോ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ 5 days I want to give my 100% to the program and I will give it. We trust you. Thank you. So thank you so much for trusting me. And yes sir, thank you. God bless. Wish you. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കരുത്, ബിസിനസ് പ്രോഗ്രാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ട്രെയിനേഴ്സിനും കോച്ചുമാരും ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ വേറെ വരുന്നുണ്ടത്. പിന്നെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കോച്ചുമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം കേട്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സാണ്, ഓൾറെഡി ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് എങ്ങനെ സെയിൽ വർദ്ധിപ്പിക്കാം, ഇതിനൊക്കെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ തിങ്ക് ചെയ്യണം. എന്താണ് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ്, എന്താണ് ഒരു ബിസിനസ് സക്സസ് മൈൻഡ് സെറ്റ്, എന്താണ് ഒരു ബിസിനസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എന്താണ് ഒരു ബിസിനസ് പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്, എന്താണ് ഒരു ബിസിനസ് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്. ഇങ്ങനെ കുറേ മൈൻഡ് സെറ്റുകളാണ്, ഇതെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യു സീ ദ ബിസിനസ്. ഇത്രയും കാലം നിങ്ങൾ കണ്ട പോലെ ആയിരിക്കില്ല നമ്മളിതിൽ പിക്ചറൈസ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇന്നത്തെ സെഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. രജിസ്ട്രേഷൻ തുടരുക. 8086007775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, പേയ്മെൻറ്റ് അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 8086007771 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കം ആൻഡ് ജോയിൻ ദ പ്രോഗ്രാം. ലെറ്റ്സ് ചേഞ്ച് യുവർ ബിസിനസ്. ലെറ്റ്സ് ചേഞ്ച് യു ആസ് എ ബിസിനസ് പേഴ്സൺ എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമിൽ ഇനി എന്തെങ്കിലും ഡിസ്കഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഹൗ വാസ് ദ സെഷൻ ഉഷാറായിരുന്നില്ലേ? പണം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്, സമ്പത്ത് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. യു ഗൈസ് ആർ അമേസിങ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുണ്ടാവും അല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. Thank you, sir. Thank you so much. Thank you so much. You're welcome. Thank you so much. Thank you, sir. Thank you so much. Thank you very much, sir. Very good. നിങ്ങൾ ഒരുപാട് ലേൺ ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു, ഉപകാരപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തായാലും സ്ഥിരമായിട്ട് ഇങ്ങനെ ഓക്കെ. മുസ്തഫക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പെക്സ് എന്റർപ്രൈസസ്, what you are doing there? Air condition spare parts. എവിടെയാണ് സ്ഥലം? Indiranagar, Bangalore. ബാംഗ്ലൂർ. ഓക്കെ, യു ആർ ഇൻ ബാംഗ്ലൂർ. Bangalore. ഞാൻ ജനിച്ചത് വളർന്നെല്ലാം ബാംഗ്ലൂർ. ആഹാ, ഓക്കെ. ആൻഡ് ബാംഗ്ലൂർ ഇന്ദ്രാനഗറിലാണ് അല്ലേ? അതെ. ഞാൻ ലാസ്റ്റ് ഒരു 1 month back I was there in ബാംഗ്ലൂർ. ഒരു മാസം ഉണ്ടായിരുന്നു. ഞാൻ വരുന്നുണ്ടാവും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അവിടെ. വരുന്ന സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ശരി. എന്തായാലും എനിക്കൊരു മീറ്റിങ്ങിന്റെ സാധ്യതയുണ്ട്, അധികം വൈകാതെ. എനിവേ, ഐ വിൽ ബി ലെറ്റിംഗ് യു നോ. ഓക്കെ, ട്രെയിനേഴ്സ് പ്രോഗ്രാം എന്നാണ്. ഈ ബാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം വരുന്ന ട്രെയിനേഴ്സ് പ്രോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അത് വരും. ആ സമയത്ത് നമ്മൾ അറിയിക്കും. അതിൽ പക്ഷേ അതൊരു ട്രെയിനർ ആവാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. എങ്ങനെ ട്രെയിനർ ആവാം എന്നുള്ള വിഷയത്തിലാണ്. ഇറ്റ്സ് ലൈക്ക് ട്രെയിനർ, കോച്ച്, ഒരു കൗൺസിലർ എന്നുള്ള ആൾക്ക്, പ്രാക്ടീഷണർ എന്നുള്ള ആൾക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പൊസിഷൻ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് പ്യൂർലി ഈ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോഗ്രാമിൽ വരണം എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ട്രെയിനർ ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ട്രെയിനിങ് ബിസിനസ്സിലാവുള്ളത്. അപ്പോൾ ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് വേണം. എങ്ങനെ കസ്റ്റമർ സംഗതികൾ, നിങ്ങളുടെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, എങ്ങനെയാണ്, എന്താണ് കണ്ടെത്തണം, നിങ്ങളുടെ മാർക്കറ്റ് നിഷ് ഡിഫൈൻ ചെയ്യണം, സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യണം, സെയിൽസ് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജിക്കൽ ഡിസൈൻ, ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതൊന്നും നമ്മുടെ ആ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ പഠിപ്പിക്കില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ബട്ട് ദാറ്റ്സ് എ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അതിൽ കൂടുതലും വരുന്നുണ്ടാവുക നമ്മളെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ട്രെയിനർ ആവാം, ഒരു ട്രെയിനറായിട്ട് നിൽക്കുന്ന ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അയാളെ കോഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അയാളുടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കരിക്കുലം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് എങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാം, ആ കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ അതിൽ നിന്ന് സെയിൽസ് ജനറേറ്റ് ചെയ്യാം, ആ സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ സർവീസ് കൊടുക്കണം, ആ സർവീസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലൈക്ക് ലോഡ് ഓഫ് തിങ്സ്. അത് ടോട്ടലി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഓക്കെ,
ദിസ് ഈസ് കംപ്ലീറ്റ്ലി ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ പറഞ്ഞതുപോലെ താങ്ക് യു സോ മച്ച്, താങ്ക് യു എവ്രി വൺ. ഇതിന്റെ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഇടുമോ പ്ലീസ്? ഞാൻ ജോയിൻ ആവാൻ ലേറ്റ് ആയി. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഇടാം. ഞാൻ എന്ത് ചെയ്യുക, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടാം കേട്ടോ. ഓക്കെ, അപ്പോൾ മറക്കരുത്. താങ്ക് യു എവ്രി വൺ. ഹാവ് എ ഗ്രേറ്റ്. Thank you, sir. Thank you so much.